Hello students, welcome to Edutact Academy. ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യുന്നത് +1 കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, സ്ട്രക്ചർ ഓഫ് ആറ്റം. അതിൽ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചത് ഹെർട്സ് എന്നുള്ള സയൻറ്റിസ്റ്റാണ്. ഒരു മെറ്റൽ സർഫസിൽ ലൈറ്റ് റേസ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് എമിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ പ്രോസസ്സാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു മെറ്റൽ സർഫസിൽ ലൈറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു, അതിൻ്റെ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് അത് എമിറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതിൻ്റെ ന്യൂക്ലിയസുമായിട്ടൊരു ബോണ്ടിങ് ഫോഴ്സൊക്കെ ഉണ്ട്. ആ ബോണ്ടിങ് ഫോഴ്സിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ ലൈറ്റ് റേസ് ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കുന്നത്. അത്രയും എനർജി ആ ലൈറ്റ് റേസിനുണ്ട്. അപ്പോൾ ഒരു മെറ്റൽ സർഫസിൽ ലൈറ്റ് റേസ് വന്ന് വീഴുന്നതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ പ്രോസസ്സാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ we can define photoelectric effect as the phenomenon of emission of electrons when metals are exposed to radiation. According to Einstein, when a photon strikes a metal surface, some of its energy equal to the energy binding the electron with the nucleus is used up to eject the electron from the metal atom. അതായത് വന്ന് വീഴുന്ന ലൈറ്റിൽ എന്തുണ്ട്? ഫോട്ടോൺസ് ഉണ്ട്. ഈ ഫോട്ടോൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇലക്ട്രോണും ന്യൂക്ലിയസുമായിട്ട്, ആ മെറ്റൽ സർഫസിലെ ഇലക്ട്രോണും അതിൻ്റെ ന്യൂക്ലിയസും ഒക്കെ ആയിട്ട് ഒരു ബൈൻഡിങ് ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വരുന്ന ആ സ്ട്രൈക്ക് ചെയ്യുന്ന മെറ്റൽ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണും ന്യൂക്ലിയസ് നമ്മൾ ബൈൻഡിങ് ഫോഴ്സിന്, ബൈൻഡിങ് എനർജിക്ക് ഈക്വലാണ്. അതുകൊണ്ടാണ് അതിനെ ആ സർഫസിൽ നിന്നും ഇജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. The minimum frequency of photon which causes emission of electrons from the metal surface is called threshold energy. അതായത് ഒരു ഫോട്ടോണിന് മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ വേണ്ട മിനിമം എനർജിക്ക് അല്ലെങ്കിൽ മിനിമം ഫ്രീക്വൻസിക്ക് പറയുന്നതാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. Then the number of electrons ejected is proportional to the intensity of light. അതായത് എത്ര ഇലക്ട്രോൺസ് അതിൽ നിന്ന് ഇജക്റ്റ് ചെയ്തു എന്നുള്ളത് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദെൻ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ, അതായത് വരുന്ന ലൈറ്റിൽ ഫോട്ടോൺസ് ഉണ്ട്. ആ ഫോട്ടോൺസ് മെറ്റൽ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് അതിൽ നിന്ന് ഇജക്റ്റ് ചെയ്യും, എമിറ്റ് ചെയ്യും, അത് മൂവ് ചെയ്യും. അപ്പോൾ അതിന് കൈനറ്റിക് എനർജി ഉണ്ട്. ദാറ്റ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². മീൻസ് മാസ് ഓഫ് ഇലക്ട്രോൺ, ഇറ്റ്സ് എ വെലോസിറ്റി. ദെൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ mv². അതിന് പകരം നമുക്ക് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. അതനുസരിച്ച് എച്ച് ന്യൂ മൈനസ് ന്യൂ സീറോ, ½ mv² എന്നുള്ളതിന് പകരം എച്ച് ന്യൂ മൈനസ് ന്യൂ സീറോ. ഹിയർ ന്യൂ ഈസ് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്, ന്യൂ സീറോ is threshold frequency and h is Planck's constant. Then one question, the photon has a momentum as well as wavelength. Which property of matter is revealed here? മൊമെൻറ്റം ഉണ്ടെന്ന് പറയുമ്പോൾ അത് പാർട്ടിക്കിൾ ക്യാരക്ടറാണ്, പാർട്ടിക്കിൾസിനാണ് മൊമെൻറ്റം ഉള്ളത്. ദെൻ വേവ് ലെങ്ത് ഉള്ളത് ഏതിനാണ്? വേവ് ക്യാരക്ടർ ഉള്ളതിനാണ് വേവ് ലെങ്ത് ഉള്ളത്. അപ്പോൾ ഫോട്ടോണിന് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. ദെൻ ഹൈഡ്രജൻ സ്പെക്ട്രം, ഒരു ഡിസ്ചാർജ് ട്യൂബിൽ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്, ലോ പ്രഷറിലാണുള്ളത്. ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്യുന്ന സമയത്ത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഈ റേഡിയേഷനിൽ ഡിഫറെൻറ്റ് സീരീസ് ഓഫ് ലൈൻസ് ഉണ്ട്. അത് UV റീജിയനിലുള്ളുണ്ട്, വിസിബിൾ റീജിയനിലുണ്ട്, IR റീജിയനിലുള്ളുണ്ട്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കും. അതായത് ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്ന ഡിഫറെൻറ്റ് സീരീസ് ഓഫ് ലൈൻസ് ഉണ്ട്. അതിൽ ലൈമാൻ സീരീസ് എന്ന് പറയുന്നത് UV റീജിയനിൽ വരുന്നതാണ്. ബാമർ സീരീസ് എന്ന് പറയുന്നത് വിസിബിൾ റീജിയനിൽ വരുന്നതാണ്. ദെൻ പാസ്റ്റൽ, ബ്രാക്കറ്റ് ആൻഡ് ഫൺ എന്ന് പറയുന്നത് IR റീജിയണിൽ വരുന്നതാണ്. ബാമർ സീരീസ് വിസിബിൾ റീജിയണിൽ വരുന്നതാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ വേവ് നമ്പർ ന്യൂ ബാർ അല്ലെങ്കിൽ 1/λ എന്ന് പറയുന്നത് 109,677 × 1/2² - 1/n². എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3, 4, 5, 6 എക്സെട്ര. ദെൻ ബാമർ, ജെ ബാമർ എന്ന സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചത്. ഇനി എല്ലാ സീരീസിനും കോമൺ ആയിട്ടൊരു വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തത് റിഡ്ബർഗ് ആണ്. സോ റിഡ്ബർഗ് ഇക്വേഷൻ ഈസ് ന്യൂ ബാർ ഈക്വൽ ടു 1/λ ഈക്വൽ ടു RH × 1/n1² - 1/n2². RH എന്ന് പറയുന്ന റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ്
value is equal to 109,677 centimeter inverse. N1 and N2 are integers. One condition is there, that is N2 should be greater than N1. ഏത് എനർജി ലെവലിലേക്കാണോ വരുന്നത് അത് N1, ഏതിൽ നിന്നാണോ വരുന്നത് അത് N2. അപ്പോൾ നമുക്കിവിടെ ഡിഫറെൻറ്റ് സീരീസ് കാണാം. ലൈമാൻ സീരീസ് എന്ന് പറഞ്ഞാൽ യു വി റീജിയനിലാണെന്ന് അറിയാം. അവിടെ N1 എന്ന് പറയുന്നത് ലൈമാൻ സീരീസിൽ N1 എന്ന് പറയുന്നത് 1, N2 എന്ന് പറയുന്നത് 2, 3, 4 എക്സെട്ര. ദെൻ ബാമർ സീരീസ് വിസിബിൾ റീജിയനിലാണെന്നറിയാം. അവിടെ N1 എന്ന് പറഞ്ഞാൽ 2 ആണ്, N2 എന്ന് പറഞ്ഞാൽ 3, 4, 5. ദെൻ പാസ്റ്റൺ എന്ന് പറയുന്നത് IR റീജിയനിലാണ്, N1 3 ആണ്, അപ്പോൾ N2 എന്ത് പറയും 4, 5, 6 ഒക്കെ. ബ്രാക്കറ്റ് എന്ന് പറയുന്നത് IR റീജിയനിലാണ്, N1 എന്ന് പറഞ്ഞപ്പോൾ 4 ആണ്, N2 എന്ന് പറഞ്ഞാൽ 5, 6, 7 ആണ്. ഫൺ എന്ന് പറയുന്നത് IR റീജിയനിലാണ്, അപ്പോൾ N1 എന്ന് പറഞ്ഞാൽ 5 ആണ്, N2 എന്ന് പറഞ്ഞാൽ 6, 7, 8. ഈ പോർഷനിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാറുണ്ട്. വാട്ട്സ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എമിറ്റഡ് വെൻ ദ ഇലക്ട്രോൺ ഇൻ എ ഹൈഡ്രജൻ ആറ്റം അണ്ടർഗോസ് ട്രാൻസിഷൻ ഫ്രം N2 = 4 to N1 = 1. വിച്ച് റീജിയൺ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഡസ് ദിസ് റേഡിയേഷൻ ഫോൾ? അതായത് N2 എന്ന് പറഞ്ഞാൽ 4 ആണ് തന്നിട്ടുണ്ട്, N1 എന്ന് പറഞ്ഞാൽ 1 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് റീജിയണിലാണ് ഈ സ്പെക്ട്രം കിട്ടുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർമുല ആദ്യം എഴുതുക. ന്യൂ ബാർ എന്നുള്ള ഫോർമുല നമുക്കറിയാം, അല്ലെങ്കിൽ ന്യൂ ബാർ അല്ലെങ്കിൽ 1/λ = RH into 1/n1² minus 1/n2². n1 = 1, n2 = 4. Then Rydberg constant RH = 109,677 centimeter inverse. വേവ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ ഏത്? ന്യൂ ബാർ = RH into 1/n1² minus 1/n2². ദെൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. RHൻ്റെ വാല്യൂ എഴുതുക, N1ൻ്റെ വാല്യൂ കൊടുക്കുക, N2ൻ്റെ വാല്യൂ കൊടുക്കുക, ദെൻ LCM കാണുക. അപ്പോൾ 1/λ = ന്യൂ ബാർ = 109,677 into 15/16 centimeter inverse എന്ന് കിട്ടും. നമുക്ക് ലാംഡയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1/λയുടെ വാല്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വച്ചേക്കുന്നത്. അപ്പോൾ ലാംഡ = 1/ന്യൂ ബാർ ആണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ 109,677 into 15/16ൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ 1/109,677 into 16/15 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ വാല്യൂ 97 × 10⁻⁻7 സെൻറ്റിമീറ്റർ ആണ്. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 97 × 10⁻⁹ മീറ്റർ എന്ന് പറയുന്നത് നാനോമീറ്ററിൽ എഴുതുമ്പോൾ 97 നാനോമീറ്റർ. നെക്സ്റ്റ് ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബോർ മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം. അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ആറ്റം എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററിൽ ഹെവി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ഇലക്ട്രോൺസ് ആ ന്യൂക്ലിയസ് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. ഒരു ഫിക്സഡ് സർക്കുലർ പാത്തിലൂടെയാണ് അത് റിവോൾവ് ചെയ്യുന്നത്. അതിനെയാണ് ഓർബിറ്റ്സ് എന്ന് പറയുന്നത്. ഓർബിറ്റ്സ് എന്ന് പറയുന്നത് നമ്പർ കൊണ്ട് 1, 2, 3 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഷെല്ലുകൾ KLMN കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ആറ്റം കൺസിസ്റ്റ് ഓഫ് സ്മോൾ ഹെവി പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസ് അറ്റ് ദ സെൻറ്റർ ആൻഡ് ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർട്ടൻ ഫിക്സഡ് സർക്കുലർ പാത്സ് കോൾഡ് ഓർബിറ്റ്സ്. സെക്കൻഡ് പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത് as long as the electron remains in an orbit, it does not lose or gain energy. അതായത് ഒരു ഇലക്ട്രോൺ അതിൻ്റെ ഓർബിറ്റിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ അത് എനർജി ഗെയിൻ ചെയ്യുകയോ ലൂസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അതിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസിൻ്റെ ആംഗുലർ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടൈസ്ഡ് ആണ്. അതാണ് തേർഡ് പോസ്റ്റ്ലേറ്റ്. ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് ക്വാണ്ടൈസ്ഡ്. അതായത് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ MVR = NH/2π ആണ് അതിൻ്റെ ഫോർമുല. എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്രയാണ്. ദെൻ ഫോർത്ത് പോസ്റ്റ്ലേറ്റ്, എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ബൈ ആൻ ആറ്റം ഓൺലി വെൻ ആൻ ഇലക്ട്രോൺ മൂവ്സ് ഫ്രം വൺ ഓർബിറ്റ് ടു അനദർ. അതായത് ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് നെക്സ്റ്റ് ഓർബിറ്റിലേക്ക് പോകുമ്പോൾ മാത്രമാണ് എനർജി എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നത്. ദീസ് ആർ ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ മോഡൽ. ദെൻ മെറിറ്റ്സ് ഓഫ് ബോർ മോഡൽ നോക്കാം. ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. നേരത്തെ മോഡൽസിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാതിരുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം ആയിരുന്നു. അത് ബോർ മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ ദ അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ അറ്റോമിക് സ്പെക്ട്രം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ ദ സൈമൾട്ടേനിയസ് അപ്പിയറൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദ ഹൈഡ്രജൻ സ്പെക്ട്രം. നമ്മൾ കണ്ടു സ്പെക്ട്രൽ ലൈൻസ് ഓർ സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് സാധിച്ചു. ദെൻ നെക്സ്റ്റ് ഒരു സീരീസ്, നമ്മൾ 5 സീരീസ് കണ്ടത് കൂടാതെ എക്സ്ട്രാ വേറൊരു സീരീസും കൂടെ ബോർ കണ്ടുപിടിച്ചാണ് ഹംഫ്രി സീരീസ്. ഔട്ടർ ഷെൽ എന്ന് പറയുന്നത് ഔട്ടർ ഷെല്ലിൽ നിന്ന് n = 6 Then fourth postulate, it helped in calculating the energy of the electron in a particular orbit of hydrogen atom. അതായത് ഹൈഡ്രജൻ ആറ്റത്തിലെ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ മോഡലിന് സാധിച്ചു.
ദെൻ ഇ എന്ന് പറയുന്നത് -2π²me⁴ ഡിവൈഡ് ബൈ n²h². ഇതിൽ മിക്കവാറും വാല്യൂസൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. പൈ എന്ന് പറയുന്നത് 3.14 ആണെന്ന് നിങ്ങൾക്കറിയാം. ദെൻ എം എന്ന് പറഞ്ഞ മാസ് ഓഫ് ഇലക്ട്രോൺ, ഈസ് ദ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഏത് ഓർബിറ്റ് എന്നുള്ളത്, എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ദെൻ ഫിഫ്ത്ത് പോസ്റ്റിൽ ഇറ്റ് ഹെൽപ്ഡ് ഇൻ കാൽക്കുലേറ്റിംഗ് ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ ഓർബിറ്റ്, അതായത് ഓർബിറ്റിൻ്റെ റേഡിയസ്, അതായത് ന്യൂക്ലിയസിൽ നിന്നും ആ പർട്ടിക്കുലർ ഓർബിറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബോർ മോഡലിന് സാധിച്ചു. So Rn equal to 0.529 angstrom into n², n equal to 1, 2, 3, etc. Then demerits of Bohr model. Well, first one, it explains the spectrum of species having only one electron. അതായത് ഒരു ഇലക്ട്രോൺ മാത്രമുള്ള സ്പീഷീസിൻ്റെ സ്പെക്ട്രത്തെ പറ്റി മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചുള്ളൂ. എക്സാമ്പിൾ ഹൈഡ്രജൻ. ദെൻ ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ സ്പെക്ട്രത്തിൽ തന്നെ ഫൈൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ എന്തുകൊണ്ട് സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ദെൻ ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ഷേപ്സ് ഓഫ് മോളിക്യൂൾസ്. ഓരോ മോളിക്യൂൾസിനും ഷേപ്പിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ദെൻ ഫിഫ്ത്ത് വൺ, ദിസ് ഇസ് എഗെയിൻസ്റ്റ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും. ദീസ് ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് ബോർ മോഡൽ. നെക്സ്റ്റ് ടോപ്പിക്, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, ദ ഡി ബ്രോഗ്ലി റിലേഷൻ. പാർട്ടിക്കിൾ നേച്ചർ അനുസരിച്ച് ഈസ് ഈക്വൽ ടു mc² ആണ്. ദെൻ വേവ് നേച്ചർ അനുസരിച്ച് പ്ലാങ്ക്സ് ഇക്വേഷനാണ്, ഈസ് ഈക്വൽ ടു h nu. അതായത് പാർട്ടിക്കിൾസിൻ്റെ ആണെങ്കിൽ ഈസ് ഈക്വൽ ടു mc² നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും എനർജി. വേവ് നേച്ചർ ആണെങ്കിൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസ് ഈക്വൽ ടു h nu ആണ്. ഇവിടെ രണ്ടിലും ഈസ് ഈക്വൽ ടു ആണ്, mc² ഈസ് ഈക്വൽ ടു h nu. സോ വി ക്യാൻ equate these two equations like mc² is equal to h nu. ദെൻ ന്യൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരുന്നു c/λ. അപ്പോൾ mc² is equal to hc/λ എന്ന് നമുക്ക് എഴുതാം. ഓരോ c വച്ച് രണ്ട് സൈഡിലും ക്യാൻസൽ ആവും. സോ mc ഈക്വൽ ടു h/λ. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ mc ഇൻറ്റു ലാംഡ ഈക്വൽ ടു h, ലാംഡ ഈക്വൽ ടു h/mc. ദെൻ mc എന്ന് പറയുന്ന p ആണ്, അതായത് മാസിൻ്റെ വെലോസിറ്റി ആണല്ലോ മൊമെൻറ്റം. ഇവിടെ m ഇൻറ്റു c എന്ന് പറയുന്നത് p ആണ്, മൊമെൻറ്റം ആണ്. സോ ലാംഡ ഈക്വൽ ടു h/p ആണ്. ഇതാണ് ഡി ബ്രോഗ്ലി റിലേഷൻ. നെക്സ്റ്റ് ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത് അറ്റോമിക് ആൻഡ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കേസിലാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ബോത്ത് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ സൈമൾട്ടേനിയസ്ലി ആൻഡ് അക്യുറേറ്റ്ലി. അതായത് അറ്റോമിക് ആൻഡ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് പോലുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ, ഇലക്ട്രോൺ പോലുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ അതിൻ്റെ പൊസിഷനും മൊമെൻറ്റവും സൈമൾട്ടേനിയസ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. സോ ദ റിലേഷൻ Δx.Δp ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഡെൽറ്റ പിക്ക് പകരം നമുക്ക് m∆v എന്ന് എഴുതാം. സോ Δx.m∆v ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. Δx എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി വിത്ത് റിഗാർഡ് ടു പൊസിഷനാണ്, m എന്ന് പറഞ്ഞാൽ മാസാണ്, Δv എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. ഈ പോർഷനിൽ നിന്നും പ്രോബ്ലം ചോദിക്കാറുണ്ട്. കാൽക്കുലേറ്റ് ദ അൺസർട്ടനിറ്റി ഇൻ ദ വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ഇഫ് ദ അൺസർട്ടനിറ്റി ഇൻ ഇറ്റ്സ് പൊസിഷൻ ഈസ് 1 angstrom. അതായത് അൺസർട്ടനിറ്റി ഇൻ ദ വെലോസിറ്റിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അൺസർട്ടനിറ്റി ഇൻ ഇറ്റ്സ് പൊസിഷൻ എന്ന് പറയുന്നത് 1 angstrom തന്നിട്ടുണ്ട്. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് Δx.Δp ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π ആണ്. Δpക്ക് പകരം നമുക്ക് Δx.m∆v ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്ന് എഴുതാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Δx എന്ന് പറയുന്നത് 1 angstrom ആണ് തന്നിരിക്കുന്നത്. നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും 10⁻⁻10 മീറ്റർ. ദെൻ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻31 kg ആണ്. ദെൻ ഹിയർ h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, 6.6 × 10⁻34 kg/m² പ്ലസ് സെക്കൻഡ് ആണ്. പൈ എന്ന് പറയുന്നത് പൈ വാല്യൂ 3.14 ആണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ Δv ഈക്വൽ ടു 5.77 × 10⁻5 m/s. നെക്സ്റ്റ് ടോപ്പിക്, ഓർബിറ്റൽസ്. ഓർബിറ്റൽസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ചുറ്റുമുള്ള ഒരു 3 dimensional സ്പേസ് ആണ്. അവിടെ ഇലക്ട്രോണിനെ നമുക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും പ്രോബബിലിറ്റി കൂടിയ 3 dimensional സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. 3 dimensional സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് വെയർ ദർ ഇസ് മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ. ഇനി നമുക്ക് ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു വെൽ ഡിഫൈൻഡ് സർക്കുലർ പാത്താണ്. പക്ഷേ ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു 3 dimensional സ്പേസ് ആണ് വെയർ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഈസ് മാക്സിമം. ഇനി ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ 2 dimensional ആണ്, ഓർബിറ്റൽ എന്ന് പറയുന്നത് 3 dimensional ആണ്, ഒരു സ്പേസ് ആണല്ലോ.
ദെൻ ഓർബിറ്റ് എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പിലാണ്. ഓർബിറ്റൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഓർബിറ്റൽസിന് ഡിഫറെൻറ്റ് ഷേപ്പാണ്. ദെൻ ഓർബിറ്റിന് ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഇല്ല. പക്ഷെ ഓർബിറ്റലിന് എസ് ഓർബിറ്റൽ ഒഴികെ ബാക്കി എല്ലാ ഓർബിറ്റലിനും ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ക്വാണ്ടം നമ്പേഴ്സ്. ഓർബിറ്റൽസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. അതായത് 4 സെറ്റ് ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഫസ്റ്റ് വൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സ്മോൾ ലെറ്റർ n കൊണ്ടാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോണിൻ്റെ എനർജി ദെൻ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം ന്യൂക്ലിയസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് യൂസ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര. ദെൻ ഷെല്ലിൻ്റെ രീതിയിലാണ് KLMN. ദെൻ അസിമുതൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ L കൊണ്ടാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റവും ദെൻ ഓർബിറ്റലിൻ്റെ ഷേപ്പും ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസിമുതൽ ക്വാണ്ടം നമ്പർ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to n-1 വരെയാണ്. അതായത് എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അത് ഏത് സബ്ഷെല്ലായിരിക്കും? എസ് സബ്ഷെല്ലാണ്. 1 ആണെങ്കിൽ പി സബ്ഷെൽ, 2 ആണെങ്കിൽ ഡി സബ്ഷെൽ, 3 ആണെങ്കിൽ എഫ് സബ്ഷെൽ. അങ്ങനെ നമുക്ക് സബ്ഷെല്ല് മനസ്സിലാക്കാം. ദെൻ എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അത് ഏത് സബ്ഷെല്ലായിരിക്കും? 1s എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. ദെൻ n=2 ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 0യും 1ഉം വരാം. 0 to n-1 ആണല്ലോ. അപ്പോൾ n=2 ആണെങ്കിൽ l=0, 1. സോ സബ്ഷെൽ എന്ന് പറയുന്നത് 2s ആൻഡ് 2p. ദെൻ n=3 ആകുമ്പോൾ എല്ലിൻ്റെ വാല്യൂ 0, 1, 2. അങ്ങനെ ആകുമ്പോൾ 3 വരുന്നതാണ് 3s, 3p, 3d. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 0, 1, 2 അങ്ങനെ 3 വാല്യൂസ് വരുന്നുണ്ട്. അപ്പോൾ 3 സബ്ഷെൽ വരുന്ന ഏതാണ്? 3s, 3p, 3d. ദെൻ n=4 എന്ന് പറയുമ്പോൾ എല്ലിൻ്റെ വാല്യൂ 0, 1, 2, 3. 4 സബ്ഷെൽ വരുന്ന ഏതാണ്? 4s, 4p, 4d ആൻഡ് 4f. ദെൻ നെക്സ്റ്റ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ m കൊണ്ടാണ്. അതായത് സ്പേസിലെ ഓർബിറ്റൽസിൻ്റെ ഓറിയൻറ്റേഷൻസിനെ പറ്റിയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാല്യൂസ് ഓഫ് m എന്ന് പറയുന്നത് -L to +L ആണ്, ഇൻക്ലൂഡിങ് 0. സോ -L, 0, +L. ദെൻ ടോട്ടൽ വാല്യൂസ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 2l+1 ആണ്. ദെൻ l=0 ആണെങ്കിൽ 2 × 0 + 1 എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ആണ് എമ്മിന് വരിക. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ m=0 എന്നുള്ള വാല്യൂ ആയിരിക്കും. l=0 ആയതുകൊണ്ട് അത് എസ് ഓർബിറ്റലാണ്. ദെൻ എല്ലിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1, 0, +1 പി ഓർബിറ്റലായിരിക്കും. 3 എണ്ണമാണല്ലോ പി ഓർബിറ്റലുള്ളത്. ദെൻ l=2 എന്ന് പറയുമ്പോൾ m എന്ന് പറഞ്ഞാൽ -2, -1, 0, +1, +2 ഡി ഓർബിറ്റലാണത്. 5 എണ്ണം ഉണ്ടല്ലോ ഡി ഓർബിറ്റൽ. ദെൻ l=3 എന്ന് പറയുമ്പോൾ എമ്മിൻ്റെ വാല്യൂ -3, -2, -1, 0, +1, +2, +3 അത് ഏതാണ്? എഫ് ഓർബിറ്റലാണ് വരുന്നത്. ദെൻ സ്പിൻ ക്വാണ്ടം നമ്പർ നമ്മൾ സ്മോൾ ലെറ്റർ എസ് കൊണ്ട് റിപ്രസെൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ -½ അല്ലെങ്കിൽ +½ ആകാം. ക്ലോക്ക് വൈസ് സ്പിൻ ആണെങ്കിൽ +½ ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിൻ ആണെങ്കിൽ -½ ആയിരിക്കും. ഈ പോർഷനിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ഓൾ ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ദി ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് സോഡിയം ആറ്റം. സോഡിയം ആറ്റത്തിൻ്റെ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എല്ലാ ക്വാണ്ടം നമ്പേഴ്സും ഏതാനാണ് പറഞ്ഞേക്കുന്നത്. അറ്റോമിക് നമ്പർ ഓഫ് സോഡിയം എന്ന് പറയുന്നത് 11 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം എന്ന് പറഞ്ഞാൽ 1s2, 2s2, 2p6, 3s1 ആണ്. 3sലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ വരുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഏതാണ്? 3s1 എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ 3. ദെൻ എസ് സബ്ഷെൽ ആയതുകൊണ്ട് എല്ലിൻ്റെ വാല്യൂ 0. നമ്മളിപ്പോൾ കണ്ടിരുന്നു l=0 ആകുമ്പോൾ എസ് സബ്ഷെല്ലാന്ന് കണ്ടിരുന്നു. എല്ലിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് എമ്മിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ദെൻ എസ് എന്ന് പറയുന്നത് +½ അല്ലെങ്കിൽ -½ ആകാം. നെക്സ്റ്റ് ടോപ്പിക് ഷേപ്സ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് പിക്ചറിൽ കാണും നിങ്ങൾക്ക്. സ്ഫെരിക്കൽ ഷേപ്പാണ്. ദെൻ നോഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോഡ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന് സാധ്യതയില്ലാത്ത, ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ സാധ്യതയില്ലാത്ത റീജിയനാണ്. അതായത് അവിടെ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 0 ആണ്. ഇനി അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1sൻ്റെ സൈസാണ് ഏറ്റവും ചെറുത്. 2s, 3s ഒക്കെ അങ്ങനെ പോകുന്തോറും സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ns ഓർബിറ്റലിലെ നമ്പർ ഓഫ് സ്ഫെരിക്കൽ നോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ n-1 എന്നുള്ള ഫോർമുലയാണ്. അതായത് 1sൽ 1 - 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. ദെൻ 2s വരുമ്പോൾ 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. നെക്സ്റ്റ് ടോപ്പിക് പി ഓർബിറ്റൽസ്. ഡംബൽ ഷേപ്പ്ഡാണ്. ദെൻ 3 പോസിബിൾ ഓറിയൻറ്റേഷൻസ് ഓഫ് ഇലക്ട്രോൺസ് ഫോർ പി ഓർബിറ്റൽസ്: px, py ആൻഡ് pz.
ഇതിൻ്റെയൊക്കെ പിക്ചർ ചോദിക്കാറുണ്ട്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് എന്ന് പറഞ്ഞാൽ n-1 ആണ്. Next, d orbitals. 5 possible orientations are there: dxy, dxz, dyz, dx square, y square and dz square. ഇതിൻ്റെയൊക്കെ ഡയഗ്രം ചോദിക്കാറുണ്ട്, വരയ്ക്കാൻ പഠിക്കണം. ദെൻ dxy, dxz, dyzൽ മാക്സിമം ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ആക്സിസ് ആണ്. ദെൻ dx square, y squareൽ അലോങ് ദ എക്സ് ആൻഡ് വൈ ആക്സിസ്, അതിലാണല്ലോ ആ ലോബ്സ് വരുന്നത്. ദെൻ dz square എന്ന് പറയുന്നത് ഡംബൽ ഷേപ്ഡ്, then oriented along z-axis with a collar around z-axis in xy plane. അതായത് z-axisൽ വരുന്ന ലോബ്സിൻ്റെ ഡംബൽ ഷേപ്പ് കൂടാതെ ഒരു കോളർ പോലെ, ഒരു XY പ്ലെയിനിൽ ഒരു കോളർ പോലുള്ള ഷേപ്പും കൂടെ ഉണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, ഫില്ലിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഇൻ ആറ്റം. അപ്പോൾ ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ. അതായത് ഓർബിറ്റലിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലായിരിക്കും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. Electrons are added progressively to the various orbitals in their order of increasing energy, starting with the orbital of lowest energy. അപ്പോൾ ആദ്യം ഫില്ല് ചെയ്യുന്നത് ലോവസ്റ്റ് എനർജി ഉള്ള ഓർബിറ്റലാണ്. അത് കഴിഞ്ഞ് എനർജി കൂടുന്തോറുമാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ നിന്ന് കാണാൻ സാധിക്കും, ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന ഏതിലായിരിക്കും? 1sലാണ്. 1sലാണ് ഏറ്റവും കുറവ് എനർജി. അതിനുശേഷം 2s, ദെൻ 2p, അങ്ങനെ പോകുന്തോറും എനർജി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം ഫില്ല് ചെയ്യുന്നത് ലോവസ്റ്റ് എനർജി ഓർബിറ്റലായിരിക്കും. നെക്സ്റ്റ്, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇതനുസരിച്ച് ഒരാറ്റത്തിലെ 2 ഇലക്ട്രോൺസിന് ഒരിക്കലും 4 ക്വാണ്ടം നമ്പേഴ്സും ഒരേപോലെ വരില്ല. No 2 electrons in the same atom can have the same values for all the 4 quantum numbers. അതായത് 4 ക്വാണ്ടം നമ്പേഴ്സും ഒരു ആറ്റത്തിലെ 2 ഇലക്ട്രോണുകൾക്ക് ഒരേപോലെ വരില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഹൈഡ്രജൻ ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ 1 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 1s1 ആണ്. അവിടെ 1s1 ആയതുകൊണ്ട് n-ൻ്റെ വാല്യൂ 1 ആണ്. S ഓർബിറ്റൽ ആയതുകൊണ്ട് L = 0, L = 0 ആയതുകൊണ്ട് M = 0. ദെൻ S എന്ന് പറയുന്നത് +½ ആണ്. ദെൻ ഹീലിയം ആറ്റം കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. 1s2 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോൺ 1ൻ്റെ n = 1 ആയിരിക്കും. 1s2 എന്നാണ്, അതുകൊണ്ട് n = 1, L = 0. S സബ്ഷെൽ ആയതുകൊണ്ട് L = 0, L 0 ആയതുകൊണ്ട് M = 0. ദെൻ ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ S എന്ന് പറയുന്നത് +½ ആയിരിക്കും. ഇനി സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ കേസിൽ n = 1 ആണ്, L = 0 ആണ്, M = 0 ആണ്. S എന്ന് പറയുന്നത് +½ ആയിരിക്കില്ല ഒരിക്കലും, അത് -½ ആയിരിക്കും. Next, Hund's rule. Electron pairing in any orbital cannot take place until each orbital of the same subshell contains 1 electron. അതായത് ഓരോ ഇലക്ട്രോൺ വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ പെയറിങ് നടക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ നൈട്രജൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 7 ആണ്. 1s2, 2s2, 2p3 ആണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1sൽ 2 ഇലക്ട്രോൺസ്, 2sൽ 2 ഇലക്ട്രോൺസ്, അത് രണ്ടും ഓരോന്ന് വെച്ചേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ പെയറിങ് തന്നെ നടന്നിട്ടുണ്ട്. ദെൻ 2p3യുടെ കേസിൽ 2pxൽ 1, 2pyൽ 1, 2pzൽ 1, അങ്ങനെ ഓരോന്ന് വീതമാണ് ഫില്ല് ചെയ്യുള്ളൂ. അപ്പോൾ 2px തന്നെ 2 ഇലക്ട്രോൺ വരില്ല. 2pxൽ 1, 2pyൽ 1, 2pzൽ 1, അങ്ങനെയാണ് ഫില്ല് ചെയ്യുള്ളൂ. ഇനി എട്ടാമതൊരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് എങ്ങോട്ടായിരിക്കും പോവുക? 2pxലേക്കാണ് പോവുക. നെക്സ്റ്റ് ടോപ്പിക്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റംസ് ആണ്. അപ്പോൾ ഓരോന്നിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ ഇപ്പോൾ 21 അറ്റോമിക് നമ്പർ 21 മുതൽ 30 വരെ ഉള്ളതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്കാൻഡിയത്തിൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ 21 ആണ്. 1s2, 2s2, 2p6, 3s2, 3p6. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മൾ എഴുതുമ്പോൾ 3d1, 4s2 എന്ന് എഴുതും. പക്ഷേ എനർജിയുടെ ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് എനർജിയുടെ ഓർഡറിൽ നോക്കുമ്പോൾ ആദ്യം 4s ഫില്ല് ചെയ്തതിന് ശേഷമാണ് 3Dയിലേക്ക് ഇലക്ട്രോൺ പോവുകയുള്ളൂ. അതുകൊണ്ടാണ് 3Dയിൽ ഒരെണ്ണം 4sൽ 2 വന്നത്. ഇതുപോലെയാണ് ടൈറ്റാനിയം, വനേഡിയം ഒക്കെ. ദെൻ ക്രോമിയം വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ക്രോമിയത്തിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6 കഴിഞ്ഞിട്ട് 3d5, 4s1 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് 3d5, 4s1 വന്നത്? 4sൽ ഫില്ലായതിന് ശേഷം അല്ലേ 3Dയിലേക്ക് ഇലക്ട്രോൺ പോവുകയുള്ളൂ. 4sൽ എങ്ങനെയായാലും 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തിട്ടാണ് 3Dയിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ ഇവിടെ
ഡിയിൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് പറയും. അപ്പോൾ D5 എന്ന് പറയുമ്പോൾ 10ൻ്റെ ഹാഫ് ആണല്ലോ 5. അപ്പോൾ 3D5 എന്ന് പറയുമ്പോൾ അത് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനാണെന്ന് പറയും. അപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡിനും ഹാഫ് ഫിൽഡിനും സ്റ്റെബിലിറ്റി കൂടുതലുണ്ട്. അപ്പോൾ ക്രോമിയത്തിൻ്റെ മറ്റ് മുകളിലുള്ള എലമെൻസിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ 3D4 4s2 എന്നായിരുന്നു വരേണ്ടത്. പക്ഷേ 3D4ലേക്ക് ഒരു ഇലക്ട്രോണും കൂടെ വന്നാൽ അതെന്തായി, ഹാഫ് ഫിൽഡ് ആയി. ഹാഫ് ഫിൽഡിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അതിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് 4sൽ നിന്ന് ഒരു ഇലക്ട്രോൺ 3Dയിലേക്ക് വരും. അപ്പോൾ 3D4 എന്നുള്ളത് 3D5 ആവും. 4sലെ ഒരു ഇലക്ട്രോൺ കുറഞ്ഞിട്ട് 4s1 ആവും. അതായത് ഹാഫ് ഫിൽഡ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി കൂടുതലുള്ള സ്റ്റേറ്റാണ്. ഹാഫ് ഫിൽഡ് ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ ഹാഫ് ഫിൽഡ് ആകാൻ ചാൻസ് ഉണ്ട്, ഹാഫ് ഫിൽഡ് ആകും. അതുകൊണ്ട് 4sൽ നിന്ന് ഡിയിലേക്ക് ഒരു ഇലക്ട്രോൺ വന്ന് 3D5 4s1 വന്നു. ഇനി കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ 29 ആണ്. അങ്ങനെ ആകുമ്പോൾ 3Dയിൽ 9 3D 9 4s2 എന്നായിരുന്നു വരേണ്ടത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവാൻ ഒരു ഇലക്ട്രോണിൻ്റെ കുറവല്ലേ ഉള്ളൂ. 3D 9 എന്ന് വരേണ്ടതായിരുന്നു. പക്ഷേ ഒരു ഇലക്ട്രോണുകൾ കിട്ടിയാൽ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും, സ്റ്റെബിലിറ്റി കൂടും. അതുകൊണ്ടാണ് 3D 10 4s1 എന്ന് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള റിവിഷൻ ക്ലാസ്സുകളും +2ലെ ക്ലാസ്സുകളും കാണാൻ സാധിക്കും.